ഹലോ ഗൈസ്, ബ്രദർ തന്നൊരു മുട്ടൻ പണിയാണ്. അവൻ്റെ കയ്യിലുണ്ടായ വണ്ടി ഒരു കർണാടകയിലെ അടിനടുക്കുന്ന സ്ഥലത്ത് എത്തിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അങ്ങനെ ഇതാ ഷേണി എത്തി. ഷേണി കഴിഞ്ഞാൽ പിന്നെ പെരളാണല്ലോ. അങ്ങനെ പെരള നമ്മുടെ ഷോപ്പിലൊക്കെ പോയി. ഇതാണ് നമ്മുടെ ഷോപ്പ്, വാട്ടർ പ്യൂരിഫയർ കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണ്. വേണ്ടവർ ബന്ധപ്പെടുക. ഓക്കെ, അങ്ങനെ ചിക്ക് ജ്യൂസൊക്കെ കുടിച്ച് ഞാൻ നേരെ വണ്ടി വെക്കാൻ പോയി. വണ്ടി ഒരു വീട്ടിൽ വെച്ച ശേഷം അവിടെ ബസ് സ്റ്റാൻഡിൽ പോയി ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഇതുവരെയായിട്ടും ഒരു ബസ് വരെ വന്നില്ല. വെയിലാണെങ്കിൽ പൊരിഞ്ഞ വെയിലും. അങ്ങനെ കുറേ വെയിറ്റ് ചെയ്ത ശേഷം ഞാൻ എന്ത് ചെയ്തു, ഒരാളെ വണ്ടിക്ക് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി കൈ കാണിച്ച് അങ്ങനെ അയാൾ എന്നെ അടിനടുക്ക ടൗണിൽ കൊണ്ടുവിട്ട്. അങ്ങനെ അയാളെ കൂടെ ആയിരുന്നു യാത്ര. ടൗണിലെത്തി നോക്കിയപ്പോൾ അവിടെ മൊത്തം കന്നഡയുള്ള ബോർഡ്. നല്ല സുന്ദരമായൊരു ഗ്രാമപ്രദേശമാണ്, എനിക്കിഷ്ടമാണ് ഇങ്ങനത്തൊക്കെ. അങ്ങനെ അവിടെ മീനൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. കാസർഗോഡിലേക്കുള്ള ബസ്സിൽ കയറി. അങ്ങനെ ബസ്സിൽ എന്നെയും കൂട്ടി 6 ആളായിരുന്നു. ചെറിയൊരു ഉറക്കത്തിന് ശേഷം ഞാൻ ഇറങ്ങിയത് വിദ്യാനഗറായിരുന്നു. എനിക്ക് കാസർഗോഡാണ് ഇറങ്ങേണ്ടത്, പക്ഷേ ഫ്രൈഡേ ആയതുകൊണ്ട് ജുമ കിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് വിദ്യാനഗർ ഇറങ്ങി. അങ്ങനെ സാദിയ പള്ളിയിലാണ് ഞാൻ പോയത്. അന്ന് അവിടെ കുത്തുവ നിർവഹിച്ചത് ഒമാനിലെ ഷെയ്ഖായ ബുലൂഷ് അവറുകളാണ്. അപ്പോൾ എനിക്കത് പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു ഭാഗ്യം കൂടിയാണ്. എല്ലാ ആൾക്കാരും അവരൊക്കെ ഷെയ്ഖാൻ്റെ ഒക്കെ കൊടുക്കുന്നുണ്ട്. സാദിയ സമ്മേളനത്തിന് ചീഫ് ഗസ്റ്റായിട്ട് വന്നതാണ് അവർ. ഇത് ബഷീർ, നമ്മുടെ നാട്ടിലെ സുഹൃത്താണ്, ഇവനും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ചങ്ങായി മിസ്താനെ വിളിച്ച് അവൻ്റെ കൂടെ ഞാൻ ടൗണിലേക്ക് പോയി. നുള്ളിപ്പാടിന് ശേഷം പുതിയ റോഡ് ഓപ്പണായി, നല്ല അടിപൊളി റോഡായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി തെരുവത്ത് ബിസ്മില്ലയിൽ പോയി. നമ്മൾ 2 ബിരിയാണി കഴിച്ച്. നല്ല ബിരിയാണി ആയിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ തിരക്കുള്ള സമയമാണ് ഫ്രൈഡേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എനിക്ക് കുറച്ച് പണി ഉണ്ടായിരുന്നു. ബാങ്കിൽ കുറച്ച് ക്യാഷൊക്കെ ഡെപ്പോസിറ്റ് ഉണ്ടായിരുന്നു. അതിന് ശേഷം ഓഫീസ് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കായി. അങ്ങനെ രാത്രി ആയപ്പോൾ തായതി വന്ന്, നമ്മുടെ തായതി വന്ന് അവൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ കഥകളൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിച്ച് അങ്ങനെ നമ്മൾ 2 പേരും നാട്ടിലേക്ക് പോയി. താങ്ക് യു സോ മച്ച്, ബൈ.